കയ്യിലിരിപ്പ് അതുപോലെയല്ലേ? അപ്പൊ എന്തായാലും വരയ്ക്കും. മാറ്, ഞാൻ പോട്ടെ. നീ അവരെ പരിചയപ്പെട്ടോ? എവിടുന്ന്? ഒന്ന് കാണാൻ പോലും പറ്റിയില്ല, പിന്നെയാണ് പരിചയപ്പെടുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, എന്നെ കൊണ്ടൊരു കാര്യവും നടക്കില്ല. ഇടിച്ചു കയറി പരിചയപ്പെടണ്ടേ? എവിടെ? ബാത്റൂമില്ല. എന്നെ പാടാ അവിടെ. ബാത്റൂമിലോ? അപ്പോഴത്തെ ആങ്സൈറ്റിയിൽ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ സാർ. ഐ എം സോറി സാർ. കൂടിയടാ. ഡ്യൂട്ടി ടൈമിൽ ഞാൻ കഴിക്കാറില്ല സാർ. കുടിക്കടാ. കഴിക്കില്ല സാർ. താങ്ക് യു സാർ. പള്ളി കാലി ചുറ്റി. വേറെ എവിടെയും ചുറ്റാൻ ഭാഗ്യം. നടിയാണെന്ന് തോന്നുന്നു. വേറെ ഒന്നും തോന്നിയില്ലല്ലോ. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ. അച്ഛൻ ധൈര്യമായിട്ട് മുട്ടിക്കോ. അവളെയോ? അവളെ ആ മാനേജർ മുട്ടച്ചായ. ചെല്ല്. അച്ഛനോടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ചെല്ലങ്ങോട്ട്. ഒരു മിനിറ്റ്. ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തില്ല സാർ. എടുക്കാം. ഓക്കെ സാർ. ശ്രീനിയെ എന്തൊക്കെയുണ്ട്? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. എല്ലാം ഉണ്ട്, പക്ഷേ കാര്യമില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? കാര്യമില്ലെന്ന്. എടോ മാപ്പിളെ, കാലം കുറയല്ലേ ഞാൻ തന്നെ കാണാൻ തുടങ്ങിയിട്ട്. ആ പരിപ്പ് ഈ കലത്തിൽ വേഗത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഏതാണ്ട് മനസ്സിലായി വരുന്നു. നന്നായി മനസ്സിലാക്കി തരാം. പക്ഷേ നാലാൾ അറിയും. എന്താ വേണോ? വേണ്ട. ഗീതമോളെ ആകെ മെലിഞ്ഞു പോയല്ലോ. ചെന്നാട്ടെ. സമയവും സന്ദർഭവും ശരിയല്ല. എന്ത് ചെയ്യാൻ? ഓടാ. അതിങ്ങ് തന്നെ. സുഖമല്ലേ മാഡത്തിന്? സുഖം. പ്രവീണോ? ഓ സുഖം. ഇതാണ് റൂം. സ്ഥിരം റൂം തന്നെ. പ്ലീസ് കം. പ്രവീൺ, ഇത് വെച്ചോ. പ്രവീൺ ഒന്ന് തടിച്ചോ? കുറച്ച്. മാഡം കുറച്ച് തടിച്ചിട്ടുണ്ട്. മുടങ്ങാതെ ക്ലാസ്സിൽ പോകുന്നില്ലേ? എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പ്രവീണിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. അവരൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. ഞാൻ ആലോചിക്കാറുണ്ട്, ഇതുപോലൊരു സഹോദരൻ എനിക്കുണ്ടായിരുന്നെങ്കിലെന്ന്. എന്നാ ഞാൻ പോയി പതിവ് എടുത്തിട്ട് വരാം. അങ്ങനത്തെ നാലാമതിരിക്കുന്ന ക്ലാസ് ചെറുതായിട്ട് പൊട്ടിയതാണ്. അടുത്ത് മാറ്റി വെച്ചാൽ അപ്പോടെ അവനാണത്ര ശരിയല്ല കേട്ടോ. പോടാ, നല്ല തങ്കപ്പെട്ട സ്വഭാവം എൻ്റെത്. എന്തെപ്പ വേണമെന്ന് പറഞ്ഞാലും അപ്പം വാങ്ങിച്ചു തരും. ഇന്നലെ രാത്രി ഒരു പൈന്റ് വേണമെന്ന് പറഞ്ഞേ ഉള്ളൂ, അപ്പൊ അവ കാശെടുത്തു തന്നു. നിനക്ക് വല്ല നക്കം കിട്ടിയാ പോരെ? എടാ അവൻ ആളത്ര ശരിയല്ലടാ. അണ്ണ ഇവ സംശയ രോഗിയാണ്. സമയത്ത് സംശയം പിന്നെ സംശയിക്കാൻ അവൻ്റെ ഭാര്യയല്ലേ. ആ 2 ലാർജ് ഇട്. നിന്നെ ആ പ്രവീൺ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. നീ വല്ല വേണ്ടതിനും കാണിച്ചു? ഞാനോ? വേണ്ടതിനോ? ഒന്നും കാണിച്ചില്ലേ? ഞാന് അവരെ നോക്കിയെന്നുള്ളത് സത്യ. ഏവരെ? അല്ല, പുള്ളിക്കാരൻ്റെ 304 പോയി ആ പെൺകുട്ടി. അതാണ് കാര്യം. അവരൊരു നടിയല്ലേ? അവരങ്ങനെ പലതും ആവും. എന്തിനാടാ വെറുതെ ആവശ്യമില്ലാത്തടത്തൊക്കെ നോക്കാൻ? എന്റെ ചേട്ടാ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നടീനെ നേരിട്ട് കാണുന്നു. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു.
എടാ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സംയമനം പാലിക്കണം, ആക്രാന്തം കാണിക്കരുത്. നിനക്ക് കുറച്ച് ക്ലാസിന്റെ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി ഒരു പൈൻറ്റുമായിട്ട് റൂമിലോട്ട് വാ. വരൂ. ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റിയിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാനാവും പാവം. പിന്നല്ലാതെ പിന്നെ എന്തിനിച്ചാ എന്നെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിരിക്കുന്നു? അത് കൊള്ളാം. അതിന്റെ കുട്ടൻസ് എനിക്ക് മനസ്സിലായില്ലേ? ഇല്ല. നീ ആദ്യം ചെന്ന് അതെടുത്ത് വലിച്ചു കുടിക്കേ, ഞാൻ പറഞ്ഞുതരാം. അപ്പോ നിനക്കത് അറിയത്തില്ല അല്ലയോ? എനിക്കെങ്ങനെ അറിയാനാ? അതായത് ത്രേശ്യാമൻ എട്ടേച്ച് പോയപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചെലവന്മാര് പറഞ്ഞു എനിക്കില്ലതില്ലെന്ന്. ഏത് സ്നേഹം? വെറുതെ അല്ല ഇവിടെ വന്നിങ്ങനെ കിടക്കേണ്ടി വന്നത്. അതുണ്ടെന്ന് അവന്മാരൊന്ന് ബോധ്യപ്പെടുത്താനും ഇത്തിരി ചീത്തപ്പേര് സമ്പാദിക്കാനും വേണ്ടിയാ ആഴ്ചയിൽ ഒരിക്കൽ നിന്നെ പോലുള്ള ഓരോന്നുമായി ഞാൻ ഇവിടെ തങ്ങുന്നത്. പിന്നെ മുറി അടച്ചിട്ട് ഇതിനകത്തിരുന്നാലല്ലേ ചീത്തപ്പേര് കേൾക്കുന്നു. അതാ പറഞ്ഞ നിനക്ക് ബുദ്ധിയില്ലെന്നേ. എടി, ഒരു കാര്യം എത്ര രഹസ്യമായി ചെയ്യുന്നു അത്രയും പരസ്യമായിരിക്കും. എങ്ങനെയുള്ള പരസ്യം? രഹസ്യമായ പരസ്യം. ശരിയായിരിക്കാം. എന്നാൽ എനിക്കും വേണ്ടേ എന്തെങ്കിലും ഒരു നേരം പോക്ക്? 365 ദിവസം വെള്ളത്തിൽ കിടക്കുന്ന താറാവിനാ പനി. എടേ, ഞാനിതൊന്ന് തീർത്തേച്ചും വരാം.